ഹലോ ഗായ്സ്, ദിസ് ഈസ് ഗീജിക്സിഗൻ. ഞാൻ കുറേ കാലത്തിന് ട്രിപ്പൊക്കെ നിർത്തി വെച്ചേക്കായിരുന്നു. ഇനി ചെറുതായിട്ട് ഒന്നേന്ന് തുടങ്ങേണ്ട അവസ്ഥയിൽ വന്നേക്കാം. അപ്പോൾ ഇപ്പം ഞാൻ എറണാകുളത്താണ് ഇപ്പോൾ താമസിക്കുന്നത്. ഇവിടെ ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് ട്രിപ്പ് കാര്യങ്ങളൊന്നും നടക്കുന്നില്ല, പല തിരക്കായിട്ട്. അപ്പം ഞങ്ങൾ ഇല്ലിക്കൽ കല്ല് പോകാമെന്ന് പ്ലാൻ ചെയ്തേക്കുവാണ്. ഞാനും എൻ്റെ സിസ്റ്ററും 1-2 ഫ്രണ്ട്സ് ഉണ്ട്. ഒരു പേരും അറിയില്ല, ഇപ്പോൾ വിളിച്ചപ്പോഴും ഉറങ്ങുവാണ്. എല്ലാവരും പോയിട്ടുണ്ടാവും എന്ന് അറിയാം, കുറേ പേര് പോയിട്ടുണ്ടാകും. പക്ഷെ ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് പോണത്. പ്രത്യേകിച്ച് വലിയതായിട്ടൊന്നുമില്ല അവിടെ, പക്ഷെ എന്നാലും പോവാം. ഇവിടെ അടുത്തുള്ള സ്ഥലമല്ലേ, പോയി കാണണ്ടേ. അപ്പോൾ ഞങ്ങൾ പോകാൻ വേണ്ടി റെഡി ആയി. ഇപ്പോൾ സമയം ഒരു 6:15 ആയിട്ടുണ്ട്. അവിടെ 8:30ക്കാണ് ഓപ്പണിംഗ് ടൈം. അപ്പോൾ ആ ടൈം ആകുമ്പോഴേക്കും അവിടെ എത്തണം. അപ്പോൾ ഓക്കെ, നമുക്ക് പോവാം. അപ്പോൾ ഗൈസ്, ഞങ്ങളിവിടെ ഇല്ലിക്കൽ എത്തിയിട്ടുണ്ട്. പാർക്കിങ്ങിലാണുള്ളത്. വണ്ടി വെച്ചു. അപ്പം വരുന്ന വഴിക്കാണ് നമുക്ക് 2 സ്പോട്ട് കൂടെ ഉണ്ട്. കട്ടിക്കായം വാട്ടർഫാൾസ്, പിന്നെ ഇലവീഴ പൂഞ്ചിറ. കട്ടിക്കായം വാട്ടർഫാൾസ് സ്വാഭാവികം. കട്ടിക്കായം വാട്ടർഫാൾസ് ഓൾറെഡി ഞങ്ങൾ പ്ലാൻ ഉണ്ടായിരുന്നു. പിന്നെയാണ് ഇലവീഴ പൂഞ്ചിറയും പോണ വഴിക്ക് റൈറ്റ് എടുത്താൽ ഒരു 4 കിലോമീറ്റർ ഉള്ളൂ. അപ്പം ഞങ്ങൾ അത് രണ്ടും കൂടെ കവർ ചെയ്യാം. എന്തായാലും ഇത്രയും ദൂരം വന്നു, അപ്പോൾ അത് രണ്ടും കൂടെ കവർ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. നല്ല ക്ലൈമറ്റാണ്, നല്ല തണുപ്പുണ്ട്, വെയിലൊന്നുമില്ല. ഇപ്പോൾ സമയം 10 മണിയായി. നല്ല അടിപൊളി വ്യൂ ആണ്. നമുക്ക് ടിക്കറ്റ് എടുത്ത് കയറണം. ഓക്കെ, നമുക്കപ്പം പോവാം. ദിസ് ഈസ് ദ പാർക്കിംഗ് ഏരിയ. ഇവിടെ നിന്നുള്ള വ്യൂ ആണ്. കിലോമീറ്റേഴ്സ്: കണ്ണാടിപ്പാറ 5 കിലോമീറ്റേഴ്സ്, ഇലവീഴ പൂഞ്ചിറ 11, മാർമല 15, അയ്യമ്പാറ 15, വാഗമൺ 28. നിങ്ങളൊക്കെ ഇവിടുന്ന് അടുത്ത് പോയി വരാൻ പറ്റിയ സ്പോട്ടുകളാണ് ഇതൊക്കെ. അപ്പം കുറച്ച് സമയമുള്ളവർക്ക് ഇതിൽ ഇഷ്ടമുള്ള സ്ഥലങ്ങൾ പോയിട്ട് കവർ ചെയ്തോ. ഞങ്ങൾ ഇന്ന് കട്ടിക്കായും പിന്നെ ഇലവീഴ പൂഞ്ചിറയാണ് കവർ ചെയ്ത് ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്ക് പോയിട്ട് ടിക്കറ്റ് എടുക്കാം. 20 രൂപയാണ് ഒരാൾക്ക് എൻട്രി ഫീ. പിന്നെ ബൈക്കിനൊക്കെ 13 രൂപ. ഗൂഗിൾ പേ ഇല്ല, കാർഡില്ല, ഒന്നുമില്ല. നമുക്ക് നടന്ന് കയറണമെങ്കിൽ നടന്ന് കയറാം. ജീപ്പിൽ പോകണമെന്നുള്ളവർക്ക് ജീപ്പിൽ പോകാം. പെർ പേഴ്സൺ 39 റുപ്പീസാണ് ജീപ്പിന് ചാർജസ് വരുന്നത്. അപ്പോൾ ജീപ്പിൽ പോകണം എന്നുള്ളവർ ഇവിടുന്ന് 39 റുപ്പീസിന് ടിക്കറ്റ് എടുത്ത് ഇവിടുന്ന് പോകാൻ പറ്റും. ഒരാൾ ഇതെല്ലാം മുടി സ്ട്രെയിറ്റ് ചെയ്ത് എൻ്റെ ഷോപ്പാണ് ഈ കണ്ടത്. അപ്പോൾ ഇവിടെ ഭയങ്കര കാറ്റാണ്. ഇല്ലിക്കൽ കല്ല് കണ്ടല്ലോ, നേരത്തെ കണ്ട് അത്രേ ഉള്ളൂ. അവിടെ മേലെ പോവാ, 2 ഫോട്ടോ എടുക്കാൻ വരാം. അല്ലാണ്ട് പ്രത്യേകിച്ച് ഇവിടെ വേറെ ഒന്നും ഇല്ല. പിന്നെ വന്ന് കണ്ടു, ദാറ്റ്സ് ഇറ്റ്. അപ്പം ഞങ്ങൾ ഇനി തിരിച്ചിറങ്ങുകയാണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് നേരെ കട്ടിക്കായം വാട്ടർഫാൾസിലേക്ക് പോവാണ്. അപ്പം ഇറങ്ങുക. ഭയങ്കര കാറ്റ്, അതുകൊണ്ട് എത്രത്തോളം വോയിസ് കിട്ടുമെന്ന് അറിയില്ല. ഗായ്സ്, ഞങ്ങൾ ഇവിടെ തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുക. ഇവിടെ ടൈം വരുന്നത് 8 മണി മുതൽ 6 മണി വരെയാണ് ഇവിടെ എൻട്രി ടൈം കാര്യങ്ങളൊക്കെ വരുന്നത്. വ്യൂ എന്താ പറയുന്നുണ്ട്. ഇപ്പൊ നമുക്ക് മഴക്കാലം ആയതുകൊണ്ട് നല്ല അടിപൊളി ക്ലൈമറ്റ് ആണ്. നല്ല ഓവർ വെയിലില്ല, ഓവർ മഞ്ഞോ മഴയോ ഒന്നുമില്ല. നല്ല അടിപൊളി ക്ലൈമറ്റ് കിട്ടിയിട്ടുണ്ട്. ഒരു മൂടി കെട്ടിയ നല്ല ഒരു അന്തരീക്ഷം. പക്ഷെ അവിടെ നല്ല മഴ വരുന്നുണ്ട്. നമുക്ക് വേഗം പോവാം, അതായിരിക്കും ബെറ്റർ. പക്ഷെ ഞങ്ങൾ റെയിൻകോട്ടൊക്കെ കയ്യിലുണ്ട്. മഴ വന്നാലും പോവാം. നമ്മളപ്പോ ഇലവീഴ പൂഞ്ചിറ എന്ന് പറയണേ, നമ്മള് ഇല്ലിക്കൽ കല്ലിന്ന് വഴി തെറ്റി കുറച്ച് ഓപ്പോസിറ്റ് ആണ് പോയത്. അപ്പം തിരിച്ചിങ്ങോട്ട് വന്ന് കട്ടിക്കായത്തോട്ട് വന്നിട്ടുണ്ട്. അവിടുന്ന് ഏകദേശം ഒരു 2-2.5 കിലോമീറ്റർ ആണ് കട്ടിക്കായം വാട്ടർഫാൾസിലേക്കുള്ളത്. അപ്പം എന്റെ കൂടെ വന്ന എന്റെ അനിയത്തി ഫ്രണ്ടും എവിടെയോ സ്റ്റക്ക് ആയിട്ടുണ്ട്. ഞാൻ ഇങ്ങോട്ട് വന്നപ്പം ഇതുവരെ ഇങ്ങോട്ട് എത്തിയിട്ടില്ല. പിന്നെ എറണാകുളത്തു നിന്ന് വന്ന 2 ഇവിടെ നിന്നാണ് എനിക്ക് കിട്ടിയത്. അപ്പം ഞങ്ങൾ ഇല്ലിക്കൽ നിന്ന് ഇറങ്ങുമ്പോഴാണ് ഇവരിവിടെ എത്താറായെന്ന് പറഞ്ഞു. അപ്പം ഞാൻ നേരെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. അപ്പം അവർ 2 പേരും എത്തിയിട്ട് ഞാൻ ഇവിടെ വന്ന് വണ്ടി വെച്ച് ഇവിടെ നടന്നപ്പോൾ ഇവർ 2 പേരും എത്തി. അപ്പം ഞങ്ങൾ ഇതിന്റെ ഉള്ളിലോട്ട് കയറി. അപ്പം ഇതിന്റെ ഉള്ളിൽ എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. ഇവിടെ വാട്ടർഫാൾസ് കാര്യങ്ങൾ മഴ ആയതുകൊണ്ട് നല്ല വെള്ളമുണ്ട്. അതെ ഗൈസ്, 2 കൂടെ എത്തിയിട്ടുണ്ട്. എവിടെയെല്ലാം കറങ്ങി തിരിഞ്ഞ് പോയെന്ന് അറിയില്ല. ഇതേ 2 കൂടെ വരുന്നുണ്ട്. ഇതാ എന്താ ഒന്നിങ്ങനെ വെയിറ്റ് ചെയ്യണം അവിടെ.
ഗൈസ് ഇതുപോലെ ഇങ്ങനെ ഒരു സ്ഥലമൊക്കെ ഇറങ്ങിയിട്ട് വേണം വാട്ടർഫാൾസിൽ പോകാൻ. ഞങ്ങളിതിപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുക. ഇറങ്ങുമ്പോൾ വീഡിയോ എടുക്കൽ കുറച്ച് കഷ്ടമാണ്. ഞാൻ ഈ വഴിയെല്ലാം കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് വീഡിയോ എടുത്തത്. കുറച്ച് അങ്ങോട്ട് ഇറങ്ങിയാലാ വാട്ടർഫാൾസ് ഉള്ളത്. ഞങ്ങൾ കട്ടിക്കയം വാട്ടർഫാൾസ് എത്തി. അടിപൊളിയാണ്, നല്ല വാട്ടർഫാൾസാണ്, നല്ല വെള്ളമാണ്. പക്ഷെ ഒഴുക്കുണ്ട് ആവശ്യത്തിന്. നീന്താൻ അറിയുന്നവർക്കാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, മനസ്സിലാടിയിട്ടുണ്ട്. ഇവിടുന്ന് ഒരു ആ വെള്ളം വീഴുന്ന സ്പോട്ടിൽ ഒരു പോണ്ട് പോലെ ഒരു പോർഷൻ ഉണ്ട്. അവിടുന്ന് പിന്നെ നേരെ അങ്ങോട്ട് ഫാൾസ് ആണ് വരുന്നത്. അനസതാ നീന്തി നീന്തി പോകുന്നു. ഇതാണ് നല്ല വെള്ളം ഇങ്ങനെ അടിച്ചിട്ടതേ കണ്ടോ, മേലൊക്കെ നനഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ വെള്ളം വീഴുന്നുണ്ട്. ഇതാണ് ഫാൾസ് വരുന്നത്. നല്ല അടിപൊളിയാണ്, നല്ല കുളിക്കാൻ പറ്റിയ സ്പോട്ടാ. അനസതേ അവിടെ പള്ളി പിടിച്ച് കയറുന്നൊക്കെ ഉണ്ട്. എന്തെല്ലാം കാണിക്കുന്നുണ്ട് ദൈവമേ. ഞങ്ങൾ അങ്ങനെ കല്ലും മണ്ണും മുട്ടിയുമെല്ലാം എന്ന് പറഞ്ഞ് റോഡ് വഴി കുറച്ച് ടാസ്ക് ആയിരുന്നു. ഞാൻ ഇങ്ങനെ നല്ല റോഡിൽ കൂടെ പോയാൽ എനിക്ക് ശീലമുള്ളൂ. ഇങ്ങനെ ഞാൻ എൻ്റെ ഡിയോനെ എടുത്തിട്ട് ഇങ്ങനത്തെ ഓഫ് റോഡെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ എന്നാലും കുറച്ച് ടാസ്ക് ആയിരുന്നു ചില റോഡൊക്കെ എനിക്ക്. അപ്പം അങ്ങനത്തെ റോഡിൽ കൂടെ ഇതുവരെ പോയിട്ടില്ല. ഞങ്ങൾ അങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഇലവീഴ പൂഞ്ചിറ എത്തി. നല്ല മഴ കിട്ടി. അതുപോലെ ഇവിടെ ഫുൾ ഫോഗ് അടിച്ചിട്ടുണ്ട്, കാണല്ലേ. വേണ്ട, ഞങ്ങൾ നടന്നു നോക്കണം. ഫുൾ ഫോഗാണ് ഗൈസ്. നല്ല മഞ്ഞ് ഇറങ്ങി നിൽക്കുന്നുണ്ട് ഇവിടെ എല്ലാം. ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി ഞങ്ങളൊന്ന് സ്റ്റോപ്പ് ചെയ്താൽ ഇവിടെ ഒരു വ്യൂ പോയിന്റ് ആണ് ഉള്ളത്. എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ജീപ്പ് സർവീസ് വേണമെങ്കിൽ ജീപ്പ് സർവീസ് ഉണ്ട്. ഞങ്ങൾ എന്തായാലും നടന്ന് കയറാനുള്ള മൂഡിലാണ്. കണ്ട ഫുൾ മഞ്ഞിറങ്ങിയിട്ടുണ്ട്. അതിപ്പോൾ മഴയെല്ലാം പെയ്ത് കാറ്റും അടിച്ചിട്ടുണ്ട്, അതുകൊണ്ടുള്ള മഞ്ഞിറങ്ങിയിട്ടുള്ളതാണ്. ഗൈസ് ഞങ്ങളിപ്പം കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് കല്ലുമുട്ടി എന്ന് പറഞ്ഞ വഴിയാണ്. കയറാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ജീപ്പുണ്ട്. നമുക്ക് ഇല്ലീഗൽ കല്ല് മാത്രമാണ് ടിക്കറ്റ് എടുക്കേണ്ട ഒരു ആവശ്യം വന്നിട്ടുള്ളൂ. പിന്നെ വാട്ടർഫാൾസിൻ്റെ അവിടെ പാർക്കിംഗ് ഫീ ഒരു 10 രൂപ ഉണ്ടായി. പിന്നെ ഇവിടെയും വേറെ ഫീസ് കാര്യങ്ങളൊന്നുമില്ല. വണ്ടിയെല്ലാം ഇവിടെ തന്നെ താഴെ പാർക്ക് ചെയ്തിട്ട് ഡയറക്റ്റ് എൻട്രി ഫീ കാര്യങ്ങൾ അങ്ങനെയൊന്നുമില്ല. പക്ഷേ ഇപ്പം ഭയങ്കര അടിപൊളി ക്ലൈമറ്റാണ്. വരുന്നവരൊക്കെ ഇപ്പോൾ വന്നാൽ നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഇതെല്ലാം കയറണം, നല്ല രസമുള്ള ഒരു, അല്ലാണ്ട് ജീപ്പിൽ കയറി എന്ത് രസം. ജീപ്പ് ബുദ്ധിമുട്ടുള്ളവർക്ക് ജീപ്പ് ഉണ്ട് താഴെ, പ്രൈവറ്റ് ജീപ്പാണ്. അപ്പോൾ എത്ര ചാർജ് എത്രയാണെന്നൊന്നും അറിയില്ല. അപ്പം നല്ല മഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ ഇതെല്ലാം കയറി ഫോണിൽ ചാർജ് ചെയ്തിടണേ. അതിൻ്റെ മേലെ പോയിട്ട് മേലത്തെ വ്യൂ കാര്യങ്ങളൊക്കെ നോക്കാൻ പറ്റും. ഓക്കെ, പറഞ്ഞു ഞാൻ പറയുന്നത് ക്ലിയർ ആവോ ഇല്ലെന്ന് അറിയില്ല. നല്ല കാറ്റുണ്ട്. പിന്നെ ഇവിടുത്തെ ഒരു വ്യൂ ഒന്നും ക്ലിയർ അല്ല, ഫുൾ ഫോഗാണ്. അതാണ് ഇവിടെ അവസ്ഥ. ഭയങ്കരമായിട്ട് മഞ്ഞാണ്. ഞങ്ങൾ ഫുള്ള് മഞ്ഞ് കാരണം നനഞ്ഞു ആകെ. അങ്ങോട്ടൊന്നും വ്യൂ തന്നെ കിട്ടുന്നില്ല. ഞങ്ങൾ നല്ല അടിപൊളി ദിവസമാവുന്നത്. അവിടെ ഞങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടി. അധികം വൈകാതെ നിങ്ങൾ ഈ മഴ സീസൺ കഴിയുന്നതിൻ്റെ മുന്നേ വരാം, മസ്റ്റായിട്ട് വരണം. ഇവിടെ അടിപൊളിയാണ്.
ഗൈസ് ഇപ്പം സമയം 4 മണി. ഞങ്ങളിത് തിരിച്ചിറങ്ങി, ഇലവീഴ പൂഞ്ചിരന്ന് തിരിച്ചിറങ്ങിയിട്ട് ഞങ്ങളിപ്പം എറണാകുളത്തോട്ട് തിരിച്ച് പോകാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിലാണ്. അവന് തിരിച്ച് മജസ്റ്റ് ഫുഡ് കഴിക്കുന്നു, നേരെ റൂമിൽ പോകുന്നു. അപ്പോൾ ഒരു ദിവസത്തിൽ നമുക്ക് എറണാകുളത്ത് നിന്ന് വന്ന് നല്ല അടിപൊളി 3 സ്ഥലങ്ങൾ കവർ ചെയ്യാം. 1 ഡേ നമുക്ക് ഭയങ്കര പീസ്ഫുള്ളായിട്ട് നല്ല 3 സ്ഥലങ്ങളാണ്. അപ്പം ഈ ഒരു ടൈമിൽ വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും നല്ല വ്യൂ, നല്ല ക്ലൈമറ്റ് കിട്ടും. ഇന്നിപ്പം വെറും ഫോഗാണ് ഇവിടെ. ഇപ്പം വ്യൂ കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെയിലുള്ള ടൈമിൽ വന്നാൽ, ഇപ്പം ഫോഗ് ആ ഒരു എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ടെങ്കിൽ ഇപ്പം അടിപൊളിയായിരിക്കും. എല്ലാം നനഞ്ഞ് മുഖം വണ്ടി ഓടിച്ചിട്ടും എല്ലാം ആകെ വൃത്തികേടായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഓക്കെ, നെക്സ്റ്റ് വീഡിയോ അതെ അടുത്ത പ്രേതം. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാമായിരിക്കും.